ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട്. സംബന്ധം ചാറ്റ് ജിപിടി യൂസ് ചെയ്തിട്ടാണ്. സംബന്ധം സിമ്പിളാണ്. നമ്മളെല്ലാ ദിവസവും ചാറ്റ് ജിപിടി എടുത്ത് ഓരോ കാര്യം ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഈ ഒരു ചാറ്റ് എന്ന ഓപ്ഷനിലേക്കുള്ളൂ. അതിന് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാറ്റ് ജിപിടി സൈഡ് ബാറിൽ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യുന്നു. ഈ ഒരു ഫീച്ചറിൻ്റെ യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യം മാത്രം സംസാരിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വർക്ക് സ്പേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മുടെ കിച്ചൺ റിലേറ്റഡ് ഉള്ള കാര്യം മാത്രം ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഓരോ സ്പേസും അത് റിലേറ്റഡ് ഉള്ള കാര്യം മാത്രം നമ്മൾ ചെയ്യുന്നത്. ഇതേ സെയിം കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജിപിടി അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിളോടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാവും. നമ്മൾ ചാറ്റ് ജിപിടി അകത്ത് കയറുന്നു, പ്രൊജക്ട്സിൽ ന്യൂ പ്രൊജക്ട്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കോണ്ടന്റ് റിലേറ്റഡ് മാത്രം കാര്യം സംസാരിക്കാം. പിന്നീട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ചാറ്റ് ജിപിടിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും കോണ്ടന്റ് റിലേറ്റഡ് എന്തോ കാര്യം സംസാരിക്കാൻ വന്നേക്കാണെന്ന് മനസ്സിലാവും. പഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ചാറ്റിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്, നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ചാറ്റ് ജിപിടിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അത് കയറുന്ന സമയത്ത് തന്നെ ചാറ്റ് ജിപിടിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നമ്മൾ എന്തിനാണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പിന്നെ ഈ ഒരു ചാറ്റ് ജിപിടിയുടെ ഈ ഒരു പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനിലൂടെ എന്തൊക്കെ ഗോൾസ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്, നിങ്ങളുടെ കോണ്ടന്റ് സ്റ്റൈല്, ടോണ്, നിങ്ങൾ ഈ വീഡിയോസൊക്കെ എവിടെയൊക്കെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് പോസ്റ്റ് ചെയ്യണം, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചാറ്റ് ജിപിടി ഏകദേശം മനസ്സിലാവും നമ്മുടെ ഉദ്ദേശം. പിന്നീട് ചാറ്റ് ജിപിടി സംസാരിച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പിന്നീട് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ജിപിടി എന്ത് ചെയ്യും, നമ്മുടെ ഗോളും നമ്മുടെ സ്റ്റൈലൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ കോണ്ടന്റ് ക്രിയേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറിൻ്റെ യൂസ് കേസ്. എനിക്കിത് യൂസ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഇറ്റ്.